അപ്പോൾ തൃശ്ശൂർ വ്ളോഗ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ബീഫ് റോസ്റ്റാണ് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഉരുളി ചൂടായി വന്നിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് വെളിച്ചെണ്ണ നമ്മൾ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. വെളിച്ചെണ്ണ ഒന്ന് ചൂടായതിന് ശേഷം നമുക്ക് ചുവന്നുള്ളി 400 ഗ്രാം ചുവന്നുള്ളിയാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. അത് രണ്ടായിട്ടാണ് അരിഞ്ഞിട്ടുള്ളത്. അപ്പോൾ രണ്ടായിട്ട് അരിഞ്ഞിട്ടുള്ള ചുവന്നുള്ളി നമ്മൾ ചൂടായ വെളിച്ചെണ്ണയിലേക്ക് നമ്മൾ ഇട്ട് കൊടുത്തിട്ടൊക്കെയാണ്. അതൊന്ന് ചൂടായതിന് ശേഷം നമുക്ക് നല്ല പോലെ അതൊന്ന് വരട്ടിയെടുക്കാം കേട്ടോ. ചുവന്നുള്ളി ആയി അപ്പോൾ നമ്മൾ നല്ല പോലെ ഇളക്കി അതൊന്ന് വാടുന്ന വരെ നമ്മൾ നല്ല പോലെ ഇളക്കി കൊടുക്കണം. നല്ല പോലെ ചൂടായിട്ടുണ്ട് കേട്ടോ. ഉരുളി നല്ല പോലെ ചൂടായിരുന്നു. അപ്പോൾ നമ്മൾ ഉള്ളി വാടുന്നത് വരെ നമ്മൾ നല്ല പോലെ ഇളക്കണം. അപ്പോൾ അതിനുശേഷം നമ്മൾ മുളക് പൊടി, അതുപോലെ തന്നെ മഞ്ഞൾപ്പൊടി, പച്ചമുളക് ഒരു 2 പച്ചമുളക് നമ്മളതിൽ ഇട്ടിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇറച്ചി നമ്മൾ മുന്നേ വേവിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. നമ്മൾ കുക്കറിലൊരു 6 വിസിൽ നമ്മൾ അടിച്ചിട്ടുണ്ട്. അതിൽ അതുപോലെ തന്നെ ഉപ്പ്, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി സംഭവങ്ങളൊക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ആവശ്യത്തിന് ഗരം മസാലയും കൂടിയും ആഡ് ചെയ്ത് കൊടുത്തേക്കാണ്. അപ്പോൾ മുളകും മസാലപ്പൊടിയും ഒന്ന് ചൂടായി മൂത്ത് വന്നതിന് ശേഷം നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾക്ക് കിടക്കാം കേട്ടോ. അപ്പോൾ അതിൽ ഉപ്പിൻ്റെ കുറവുണ്ടെങ്കിൽ ഇറച്ചിയിൽ നമ്മൾ ഉപ്പ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ എന്നാലും ഇതൊന്ന് വാടുന്നതിനായിട്ട് നമ്മൾ ഉപ്പും മുന്നിട്ട് കൊടുത്തിട്ടാണ്. അതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള നമ്മുടെ ഇറച്ചി നമ്മൾ ഇട്ട് കൊടുത്തേക്കാണ്. അപ്പോൾ അതിൽ നല്ലതുപോലെ ആവശ്യത്തിന് എരിവും കാര്യങ്ങളൊക്കെ നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട്. അതുപോലെ മല്ലിപ്പൊടിയും കാര്യങ്ങളൊക്കെ നമ്മളതിൽ ആഡ് ചെയ്തിട്ടുണ്ട് ആവശ്യത്തിനുള്ളത്. അത് നിങ്ങൾ ഇത് ഉണ്ടാക്കി നോക്കുന്ന ആൾക്കാരുകൾ നിങ്ങളുടെ ടേസ്റ്റിന് എങ്ങനെയാണ് മല്ലിപ്പൊടിയും ഇതൊക്കെ വേണ്ടതെന്ന് വെച്ചാൽ നിങ്ങൾക്ക് നിങ്ങളുടെ സൗകര്യം പോലെ നമുക്ക് ചെയ്യാവുന്നതാണ്. നല്ല ടേസ്റ്റി ആയിരുന്നു ഞങ്ങളിന്ന് ഉണ്ടാക്കിയത്. ചുവന്നുള്ളി മാത്രമാണ് അതിലിട്ടിട്ടുള്ളത്. അപ്പോൾ അതൊന്ന് ആവുന്നത് വരെ നമുക്കൊന്ന് വെള്ളം ചെറുതായിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിലേക്ക് നമ്മൾ പെരിഞ്ജീരകം ഇട്ട് കൊടുത്തേക്കാണ്. അപ്പോൾ നമുക്ക് ആ വെള്ളം വറ്റുന്നത് വരെ നമുക്കിതൊന്ന് അടപ്പത്ത് വെച്ച് ഇളക്കി നിൽക്കണം കേട്ടോ. ചൂട് നല്ല ഹൈ ഫ്ലെയിമിൽ തന്നെയാണ് ഇങ്ങനെ തീ കത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ നിർത്തി കഴിഞ്ഞാൽ അടിയിൽ നമ്മൾ അത് കരിയാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മളത് വീണ്ടും കുരുമുളക് പൊടി പാകത്തിനുള്ളത് നമ്മൾ ഇട്ട് കൊടുത്തേക്കാണ്. അപ്പോൾ നല്ല പോലെ ഇളക്കി യോജിച്ച് ഡ്രൈ ആയി ഒരു ചെറുതായിട്ടൊന്ന് വെള്ളം പറ്റുന്നത് വരെ നമ്മളൊന്നത് ഇളക്കി കൊടുക്കണം കേട്ടോ. അല്ലെങ്കിൽ അടി കരിയാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഇളക്കി നിൽക്കണം. അപ്പോൾ നമ്മളെ ബീഫ് നല്ല ഡ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇനി അതിലേക്ക് വേണ്ട ഇൻഗ്രീഡിയൻസ് നമ്മൾ വേപ്പിലയാണ് നമ്മളതിലേക്ക് ഇട്ട് കൊടുത്തേക്കുന്നത്. അതിൻ്റെ ഒരു ഫ്ലേവർ അതിലേക്കൊന്ന് ഇറങ്ങാൻ വേണ്ടിയിട്ടാണ് വേപ്പില നമ്മൾ അതിൻ്റെ മണം കേരളത്തിൽ നിന്ന് കിട്ടാനായിട്ട്. ഇപ്പോൾ വീഡിയോ കാണുന്ന എല്ലാവരും തന്നെ നമ്മുടെ ഈ ഭക്ഷണം എല്ലാവരും ഒരു വട്ടമെങ്കിലും ട്രൈ ചെയ്യണം കേട്ടോ. അപ്പോൾ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ ഞങ്ങളുടെ ഈ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു. നന്ദി, നമസ്കാരം.